ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്രിക്ഷനെ കുറിച്ചാണ്. എന്താണ് ഫ്രിക്ഷൻ? ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഒരു തരം ഫോഴ്സ് ആണ് അല്ലെ. പലതരം ഫോഴ്സുകളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ വൺ ടൈപ്പ് ഓഫ് ഫോഴ്സ് ഈസ് ഫ്രിക്ഷണൽ ഫോഴ്സ്. ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് ചുരുക്കി നമ്മൾ ഫ്രിക്ഷൻ, ആ പ്രോസസ്സിനെ ഫ്രിക്ഷൻ എന്ന് വിളിക്കുന്നു. അപ്പൊ ഈ ഫോഴ്സ് എങ്ങനെയുള്ള ഫോഴ്സ് ആണ്? രണ്ട് വസ്തുക്കൾ തമ്മിൽ റിലേറ്റീവ് മോഷൻ അനുഭവപ്പെടുമ്പോൾ, രണ്ട് വസ്തുക്കൾ തമ്മിൽ റിലേറ്റീവ് മോഷൻ എന്ന് പറഞ്ഞാല് ഒരു വസ്തുവിന്റെ മുകളിലൂടെ മറ്റൊരു വസ്തു ഇത് കോണ്ടാക്റ്റിലായിരിക്കുമ്പോൾ ഇവ തമ്മില് ഉരസ് നീങ്ങുകയോ അല്ലെങ്കിൽ ഉരുണ്ട് നീങ്ങുകയോ വലിച്ചു നീക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഈ രണ്ട് സർഫസ് നീങ്ങാം, അല്ലെങ്കിൽ ഒരു സർഫസ് മാത്രം നീങ്ങാം. ഒരു സർഫസ് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഇരിക്കുന്ന ഈ ഭാഗമാണ് സർഫസ് ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത്. അപ്പൊ ഒന്നിന് അപേക്ഷിച്ചുകൊണ്ട് മറ്റൊന്ന് നീങ്ങുമ്പോ അവർ റിലേറ്റീവ് മോഷനിലാണെന്ന് പറയാം. അപ്പൊ ആ റിലേറ്റീവ് മോഷനിലുള്ള വസ്തുക്കളില് അനുഭവപ്പെടുന്ന ഒരു റെസിസ്റ്റീവ് ഫോഴ്സ് ആണ്. എന്താ റെസിസ്റ്റീവ് എന്ന് പറഞ്ഞാൽ? വെറും ഫോഴ്സ് അല്ല, ഇത് റെസിസ്റ്റീവ് ഫോഴ്സ് ആണ്. എന്താണ് ഈ റെസിസ്റ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞ അർത്ഥം? റെസിസ്റ്റീവ് എന്ന് പറഞ്ഞാൽ പ്രതിരോധിക്കുന്ന അല്ലെങ്കിൽ തടസ്സപ്പെടുത്തുന്ന എന്നാണ് അർത്ഥം. മോഷന് എതിരായിട്ട് അനുഭവപ്പെടുന്ന ഒരു ഫോഴ്സ് ആണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. ഒരിക്കലും ചലനത്തിനെ സഹായിക്കില്ല ഇത് ചെയ്യുന്നത്. ചലനത്തിന് എതിരെ പ്രവർത്തിക്കുന്ന ഫോഴ്സ് ആണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. അപ്പൊ നമ്മൾ ഇങ്ങോട്ടാണ് ഈ വസ്തു നീക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരാൾ ഇവിടുന്ന് ഈ വസ്തുവിനെ പുഷ് ചെയ്യുകയാണെങ്കിൽ അത് നീങ്ങേണ്ടത് ഏത് ദിശയിലേക്കാണ്? റൈറ്റ് സൈഡിലേക്കാണ്. അപ്പൊ ഇതിന് ഈ സർഫസില് ഇതിനെതിരായിട്ട് ഒരു ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നു. ഇതിനെതിരെ ആ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. ഇപ്പൊ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റെസിസ്റ്റീവ് ഫോഴ്സ് which comes to play when there is a relative motion between two bodies. ഇപ്പൊ രണ്ട് വസ്തുക്കള് റിലേറ്റീവ് ആയിട്ട് തമ്മിൽ ഉരസിയോ അല്ലെങ്കിൽ ഉരുണ്ടോ ഒക്കെ നീങ്ങുകയാണെങ്കിൽ അവിടെ അനുഭവപ്പെടുന്ന ഒരു പ്രതിരോധിക്കുന്ന ഫോഴ്സ് ആണ് നമ്മുടെ ഫ്രിക്ഷൻ. ഈ ഫ്രിക്ഷൻ തന്നെ രണ്ട് തരത്തില് നമുക്ക് വേർതിരിച്ചെഴുതാം ഫ്രിക്ഷനെ. വൺ ഈസ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആൻഡ് അനദർ വൺ ഈസ് കൈനറ്റിക് ഫ്രിക്ഷൻ. സ്റ്റാറ്റിക് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? റെസ്റ്റ് അല്ലെ, സ്റ്റേഷനറി എന്ന വാക്കിൽ നിന്ന് വന്നതാണ് സ്റ്റാറ്റിക്. കൈനറ്റിക് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? മോഷൻ, മൂവ്മെന്റിൽ ഇരിക്കുമ്പോ എന്നാണ് അർത്ഥം. ചലിക്കുന്ന വസ്തുക്കളെ ബന്ധപ്പെടുത്തി പറയുന്ന പേരാണ് കൈനറ്റിക്. അപ്പോ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് റെസ്റ്റിൽ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫോഴ്സും, അതുപോലെ കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് അത് നീങ്ങി തുടങ്ങുമ്പോൾ അനുഭവപ്പെടുന്ന ഫോഴ്സും ആണ്. എന്താണ് ഇവിടെ? ഒരു വസ്തു നീങ്ങുന്നുണ്ട് അല്ലെ, നീങ്ങണമെന്നില്ല. നമ്മളിവിടെ ഫോഴ്സ് കൊടുത്തു എന്ന് വെച്ചിട്ട് വലിയൊരു ഭാരമുള്ള വസ്തുവാണെങ്കിൽ ഒരാള് വന്ന് പുഷ് ചെയ്താലൊന്നും അത് നീങ്ങില്ല. പക്ഷെ എത്ര അപ്ലൈഡ് ഫോഴ്സ് കൊടുത്തോ അതിനനുസരിച്ച് ഇവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ നീങ്ങുന്നില്ലെങ്കിൽ ഈ സമയത്ത് അനുഭവപ്പെടുന്ന ഫ്രിക്ഷണൽ ഫോഴ്സിനെ നമ്മൾ എന്ത് പേര് വിളിക്കണം? സ്റ്റാറ്റിക് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് വിളിക്കണം അല്ലെ. അഥവാ ഇത് നീങ്ങാൻ തുടങ്ങുകയാണെങ്കിൽ പിന്നീട് അങ്ങോട്ട് അതിനെ എന്ത് വിളിക്കണം? കൈനറ്റിക് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് വിളിക്കണം. അപ്പൊ ഇതിനകത്ത് എത്രത്തോളം അപ്ലൈഡ് ഫോഴ്സ് കൊടുക്കുന്നു അത്രത്തോളം തന്നെ ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് ഡെവലപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. നമ്മൾ എന്തുകൊണ്ടാണ് നീങ്ങാത്തത്? നമ്മൾ തള്ളിയിട്ട് നീങ്ങാത്ത എന്താ? റെസിസ്റ്റീവ് ഫോഴ്സ് അതിനനുസരിച്ച് അവിടെ അനുഭവപ്പെടുന്നുണ്ട് ഈ തരനിരപ്പില് അല്ലെ. രണ്ടും കൂടി കോണ്ടാക്റ്റിൽ വരുന്ന സ്ഥലത്ത് ഇവിടെ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് അപ്ലൈഡ് ഫോഴ്സിനനുസരിച്ച് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ രണ്ടാള് വന്ന് തള്ളി അപ്പോഴും ഇത് നീങ്ങുന്നില്ലെങ്കിലോ അതിനർത്ഥം എന്താണ്? ഈ രണ്ടുപേരും അപ്ലൈ ചെയ്ത ഫോഴ്സിന് തുല്യമായ ഫ്രിക്ഷണൽ ഫോഴ്സ് അവിടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 10 ആള് വന്നിട്ട് ഇതിനെ പുഷ് ചെയ്യാൻ നോക്കുമ്പോൾ അത് നീങ്ങാൻ തുടങ്ങി എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അവിടെ ഈ രണ്ട് മുമ്പ് കൊടുത്ത ഫോഴ്സിനേക്കാൾ അപ്ലൈഡ് ഫോഴ്സ് കൂട്ടിയപ്പോ അതെന്തായി മാറി? നീങ്ങാൻ തുടങ്ങി. നീങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പോഴും ഒരു പ്രതിരോധം അവിടെ ഉണ്ട്. എന്താ കാരണം? നീങ്ങാൻ തുടങ്ങുമ്പോഴും നീക്കാൻ അത്ര എളുപ്പമല്ല അല്ലെ. ആ എളുപ്പമല്ലായ്ക്ക് കാരണം ഇവിടെ അനുഭവപ്പെടുന്ന ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. പക്ഷെ നീങ്ങാൻ തുടങ്ങിയപ്പോ ഉണ്ടായ ഫ്രിക്ഷണൽ ഫോഴ്സിനെ ഇനി നമ്മൾ വിളിക്കുന്നത് കൈനറ്റിക് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്നായിരിക്കും. അപ്പൊ ഈ രണ്ടു തരം ഫോഴ്സ് തമ്മിൽ എന്താണ് വ്യത്യാസം? ഒന്നാമത്തെ വ്യത്യാസം എന്താണ്? ഫ്രിക്ഷണൽ ഫോഴ്സ് ഡെവലപ്ഡ് വെൻ the two bodies are not in motion. രണ്ട് വസ്തുക്കളും മോഷനിൽ അല്ലെങ്കിൽ അത് അവിടെ അനുഭവപ്പെടുന്ന ഫ്രിക്ഷണൽ ഫോഴ്സിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? സ്റ്റാറ്റിക് ഫ്രിക്ഷണൽ ഫോഴ്സ്. കൈനറ്റിക് ഫ്രിക്ഷൻ എപ്പോഴാണ് ഉണ്ടാവുക? അത് മോഷനിലായിരിക്കുമ്പോൾ, ഇൻ മോഷൻ അല്ലെ, ചലനം ഉള്ള സമയത്ത് അവിടെ അനുഭവപ്പെടുന്ന ഫോഴ്സ് ആണ് കൈനറ്റിക് ഫ്രിക്ഷണൽ ഫോഴ്സ്. നമുക്കിവിടെ ഈ കൈനറ്റിക് ഫ്രിക്ഷനും
സ്റ്റാറ്റിക് ഫ്രിക്ഷനും തമ്മിൽ എങ്ങനെയാണ് ഈ ഒരു ബന്ധം വരുന്നതെന്ന് ഒന്ന് വരച്ചു നോക്കാം. ഇവിടെ നമ്മൾ അപ്ലൈഡ് ഫോഴ്സ് കൊടുക്കുന്ന അപ്ലൈഡ് ഫോഴ്സ് ഇവിടെ അപ്ലൈഡ് ഫോഴ്സ് ഓൺ എക്സ് ആക്സിസ്, ഫ്രിക്ഷണൽ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്ന ഫ്രിക്ഷണൽ ഫോഴ്സിനെ നമുക്ക് y ആക്സിസിൽ എടുക്കാം. എന്നിട്ട് ഇതിൽ ആദ്യം ഈ ഒരു വസ്തുവിലേക്ക് കൊടുത്ത ചെറിയ ആദ്യം ഫോഴ്സ് ഒന്നും ഇല്ല, അപ്പൊ ഫ്രിക്ഷണൽ ഫോഴ്സും ഇല്ല അല്ലെ. എപ്പോഴാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവാൻ തുടങ്ങുക? ആ വസ്തുവിന് മേലെ അപ്ലൈഡ് ഫോഴ്സ് വരുമ്പോൾ മാത്രം. നീക്കാൻ ആരെങ്കിലും ശ്രമിച്ചു തുടങ്ങുമ്പോൾ മാത്രമേ ഫ്രിക്ഷണൽ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുള്ളൂ. വെറുതെ ഇരിക്കുന്ന അവസ്ഥയിൽ ഇതിന്റെ വെയിറ്റും ഇതിന്റെ നോർമൽ റിയാക്ഷനും തമ്മിൽ തന്നെ എന്ത് ചെയ്തു പോകും? അത് രണ്ടും കൂടി ക്യാൻസൽ ചെയ്തു പോകും. അതുകൊണ്ടാണ് അത് റെസ്റ്റിൽ ഇരിക്കുന്നത്. പക്ഷെ നീക്കാൻ ആരെങ്കിലും തുടങ്ങി അത് നീങ്ങി തുടങ്ങുന്നതിന് പകരം കുറച്ചും കൂടി മസിൽ പിടിച്ചിരിക്കാൻ കാരണം എന്താണ്? അതില് ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നതുകൊണ്ട്. അപ്പൊ ഇവിടെ ഒരു 0 എന്ന അപ്ലൈഡ് ഫോഴ്സ് ആണെങ്കിൽ 0 തന്നെയാണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. അപ്ലൈഡ് ഫോഴ്സ് കുറച്ച് കൂട്ടിയപ്പോ എന്ത് ചെയ്തു? നമ്മുടെ ഫ്രിക്ഷണൽ ഫോഴ്സ് കൂടി. വീണ്ടും അപ്ലൈഡ് ഫോഴ്സ് കുറച്ചും കൂടി കൂട്ടിയപ്പോഴോ വീണ്ടും ഫ്രിക്ഷണൽ ഫോഴ്സ് കൂടി. ഇങ്ങനെ ഒരു അപ്ലൈഡ് ഫോഴ്സ് കൂടുന്നതിനനുസരിച്ച് ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് കൂടി വന്നു. എന്നിട്ട് ഒരു മാക്സിമം ആയി. പിന്നെ അങ്ങോട്ട് വീണ്ടും കൂട്ടിയപ്പോ ഇത് കുറച്ച് കുറഞ്ഞിട്ട് പിന്നെ ഇത് സ്റ്റേഷനറി ആയി. എന്നുവെച്ചാൽ ഇത് സ്ട്രെയിറ്റ് ലൈൻ ആണ്, ഇത് സ്ട്രെയിറ്റ് ലൈൻ ആണ്. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് കൂടി വന്നു. അതുപോലെ ഈ ഒരു മാക്സിമം കഴിഞ്ഞാൽ പിന്നെ അതിനേക്കാൾ കുറച്ച് ലോവർ ആയിട്ട് പിന്നെ ഈ വസ്തു എത്ര അപ്ലൈഡ് ഫോഴ്സ് കൊടുത്തിട്ടും ഇതിന്റെ ഫ്രിക്ഷണൽ ഫോഴ്സ് മാറുന്നില്ല. അപ്പൊ ഇവിടെ ഏതാണ് നമുക്ക് ഈ അപ്ലൈഡ് ഫോഴ്സ് കൊടുക്കുമ്പോൾ കൂടി വന്ന ഫോഴ്സ് ആണ് എന്ത്? ഇവിടെ അനുഭവപ്പെടുന്നതാണ് എന്ത്? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഇതാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ ഭാഗം. പിന്നെ ഈ ഭാഗം ഇതെന്താണ്? നീങ്ങി തുടങ്ങിയതിന് ശേഷമുള്ള ഭാഗമാണ്. ഇതാണ് കൈനറ്റിക് ഫ്രിക്ഷന്റെ ഭാഗം. ഇത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, ഇത് കൈനറ്റിക് ഫ്രിക്ഷൻ. അപ്പൊ ഈ മാക്സിമം സ്റ്റാറ്റിക് ഫ്രിക്ഷന് ഒരു മാക്സിമം വാല്യൂവിന് മാത്രമാണ് അറിയാൻ പറ്റുള്ളൂ. ബാക്കിയെല്ലാം എന്താ? എത്ര അപ്ലൈഡ് ഫോഴ്സ് കൊടുക്കുന്നോ അതിനനുസരിച്ച് കൂടി വരുന്നു. അതുകൊണ്ട് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എപ്പോ നമ്മൾ എടുത്താലും ഈ വാല്യൂ ആണ് മാക്സിമം വാല്യൂ ആണ് എടുക്കുക. ഈ മാക്സിമം വാല്യൂവിന് പറയുന്ന പേരാണ് എഫ് മാക്സ്. എഫ് എസ് അപ്പൊ എന്തായിരിക്കും നിങ്ങൾക്ക് ഉദ്ദേശിക്കാം? എന്താണ് എഫ് എസ്? സ്റ്റാറ്റിക് ഫ്രിക്ഷണൽ ഫോഴ്സിനെ നമ്മൾ എഫ് എസ് കൊണ്ടും കൈനറ്റിക് ഫ്രിക്ഷണൽ ഫോഴ്സിനെ എഫ് കെ കൊണ്ടുമാണ് ഇനി സൂചിപ്പിക്കാൻ പോണത്. അപ്പൊ അതിൽ സ്റ്റാറ്റിക് ഫ്രിക്ഷന് കിട്ടാവുന്ന മാക്സിമം വാല്യൂവിന്റെ പേരാണ് എഫ് എസ് മാക്സ്. അതിനൊരു പേരുണ്ട് ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ലിമിറ്റിംഗ് ഇതുവരെയാണ് മാക്സിമം ലിമിറ്റ്. അപ്പൊ ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ് എന്ത്? എഫ് എസ് മാക്സ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്ലൈഡ് ഫോഴ്സ് അതിനേക്കാളും കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പിന്നീട് അങ്ങോട്ട് കൈനറ്റിക് ഫ്രിക്ഷൻ ആയിരിക്കും ഉണ്ടാവുക. ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം കൂടി മനസ്സിലായല്ലോ. എന്തൊക്കെയാണ് മനസ്സിലായത്? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഒരു അപ്ലൈഡ് ഫോഴ്സിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്ന ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. പക്ഷെ കൈനറ്റിക് ഫ്രിക്ഷനോ? കൈനറ്റിക് ഫ്രിക്ഷൻ റിമെയിൻസ് കോൺസ്റ്റന്റ് അല്ലെ. നീക്കി തുടങ്ങിയാൽ പിന്നെ നമ്മൾ അതേ ഫോഴ്സ് കൊടുത്താൽ മതി ഒരു വസ്തുവിനെ നീക്കിക്കൊണ്ടേയിരിക്കാൻ. പിന്നെ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇതിനേക്കാളും വളരെ കൂടുതലാണ് അല്ലെ. അപ്പൊ എന്ത് പറയാം? കൈനറ്റിക് ഫ്രിക്ഷൻ അതിനേക്കാളും കുറവാണ്, ഇതിനേക്കാൾ കുറച്ച് താഴ്ന്നിട്ടാണ്. അപ്പോ കൈനറ്റിക് ഫ്രിക്ഷൻ ഈസ് ലെസ് ദാൻ ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ആ മാക്സിമം ലിമിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ടുള്ള കൈനറ്റിക് ഫ്രിക്ഷൻ അതിനേക്കാളും കുറവാണ്. കൂടുതലാണെങ്കിൽ നമ്മൾ ഇതാ ഇങ്ങനെ വരച്ചു പോയേനെ അല്ലെ. അങ്ങനെയല്ലല്ലോ വരയ്ക്കുന്നതിനേക്കാൾ താഴ്ന്നിട്ട് പിന്നെ സ്റ്റേഷനറി. ഓക്കെ, അപ്പൊ ഇതാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞു. എന്താണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ? ഫ്രിക്ഷൻ വെൻ ദ ബോഡി ഈസ് നോട്ട് ഇൻ മോഷൻ. ചലിക്കാൻ തുടങ്ങിയില്ലാത്ത ആ അവസ്ഥയിൽ, അത് ചലിക്കുന്നതിന് തൊട്ടു മുമ്പ് വരെയുള്ള ഫ്രിക്ഷണൽ ഫോഴ്സിനെ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്നും ചലിച്ചു തുടങ്ങിയാലുള്ള ഫോഴ്സിനെ കൈനറ്റിക് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്നുമാണ് പറയുക. ഇനി നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതിന് പകരം ഇതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. രണ്ടിനും അതിന്റേതായ നിയമങ്ങളുണ്ട്. അതിനെ നമുക്ക് ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആൻഡ് ലോസ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ എന്നാണ് വിളിക്കുന്നത്. എന്താണ് നിയമങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്തോ ഒരു ഭയമാണല്ലേ, ഏതോ സ്റ്റേറ്റ്മെന്റ് എന്തോ കാര്യമായിട്ട് പഠിക്കാനുണ്ട് അല്ലെ. അങ്ങനെയൊന്നുമില്ല. ലോസ് വളരെ സിമ്പിൾ ആണ്. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് മാത്രമാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. സ്റ്റാറ്റിക് ഫ്രിക്ഷണൽ ഫോഴ്സിനെ ഇനി നമ്മൾ എങ്ങനെ എഴുതുന്നത്? എഫ് എസ് അല്ലെ.
Fs, ഒന്നാമത്തെ നിയമം, സ്റ്റാറ്റിക് ഫ്രിക്ഷണൽ ഫോഴ്സ് Fs ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ. എന്താണ് ഈ N? നമ്മള് മുമ്പൊക്കെ വെയിറ്റ് ഇൻ എ ലിഫ്റ്റ് ഒക്കെ പഠിച്ചപ്പോ നോർമൽ റിയാക്ഷൻ ആർന്നാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു വസ്തു കൂടി ഇരിക്കുമ്പോ അപ്ലൈഡ് ഫോഴ്സ് ഒന്നും വരാത്തപ്പോ ഇതിന്റെ മുകളില് താഴേക്ക് mg ഉണ്ടെങ്കിൽ മുകളിലേക്ക് അതിന്റെ നോർമൽ റിയാക്ഷൻ ഉണ്ട്. ഇത് നോർമൽ റിയാക്ഷൻ ഇനി നമ്മൾ ഇവിടെ N എന്നാണ് സൂചിപ്പിക്കാൻ പോണത്. നേരെ പെർപെൻഡിക്കുലർ ആയിട്ട് ഈ സർഫസ് കൊടുക്കുന്ന റിയാക്ഷൻ. ഓക്കെ, അപ്പൊ അതിനെ പറയുന്ന പേരാണ് N. അപ്പോ സ്റ്റാറ്റിക് ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ. പ്രൊപ്പോർഷണാലിറ്റി കണ്ടാൽ നമുക്ക് എന്താണ് ചെയ്യാൻ തോന്നുന്നത്? ഒരു ഈക്വലും ഒരു കോൺസ്റ്റന്റും ഇടണം അല്ലെ. ഇവിടെ ഇടുന്ന കോൺസ്റ്റന്റിന്റെ പേരാണ് μs. ഇവിടെ നമ്മൾ ഈ സ്റ്റാറ്റിക് ഫ്രിക്ഷണൽ ഫോഴ്സിനെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും എന്താണ് ഇത് പറയുന്നത്? നമുക്ക് Fsനെ വാല്യൂ കൃത്യമായി പറയാത്തതുകൊണ്ട് Fs മാക്സ് ആണ്. ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷനെ കുറിച്ചാണ് നമ്മൾ നിയമങ്ങളെല്ലാം തന്നെ ഉണ്ടാക്കുക. കാരണം ബാക്കി ഏത് പോയിന്റ് എടുത്താലും അതിനൊരു കൃത്യതയില്ല. മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ അത് ഇന്നതായിരിക്കും നമുക്ക് കണ്ടെത്താൻ സാധിക്കും അല്ലെ. അപ്പൊ അതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഈ Fs മാക്സ് എന്ന് പറഞ്ഞാൽ ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ. μs എന്ന കോൺസ്റ്റന്റ് ഇട്ടു, കൂടെ ഈ n ഇട്ടു അല്ലെ. μs എന്താ? Fs മാക്സ് ഇസ് ഈക്വൽ ടു μx എന്ന് പറഞ്ഞു. μs ഇൻറ്റു n. ഇത് മാക്സ് എന്നാണ്, മാക്സിമം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്നുള്ള വാല്യൂന്റെ ആ ടേം സൂചിപ്പിക്കാനാണ് Fs മാക്സ്. അവിടെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട് Fs മാക്സ്. അപ്പൊ ഇങ്ങനെ വന്നു. ഇതില് ഈ μsന്റെ പേരെന്താണ്? μsനെ വിളിക്കുന്ന പേരാണ് കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. കോൺസ്റ്റന്റ് എന്ന് പറയുന്നതിന് പകരം ഇവിടെ ഉപയോഗിക്കുന്ന വേർഡാണ് കോഎഫിഷ്യന്റ്. അപ്പൊ കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ μs ആണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഇതിനെ എന്ത് ചെയ്താൽ മതി? μs is equal to ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, അതായത് Fs മാക്സ് ഡിവൈഡഡ് ബൈ n ചെയ്താൽ മതിയാവും അല്ലെ. അപ്പൊ ഇതാണ് ഒന്നാമത്തെ നിയമം. അപ്പൊ ഇതുപോലെ തന്നെ കൈനറ്റിക് ഫ്രിക്ഷനിലും നമുക്ക് ഒരു നിയമം എഴുതാം. അപ്പൊ എന്തായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ചിട്ട്, ഇതേപോലെ തന്നെയാണ് ഇവിടെ മാക്സിമം വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എടുത്തതെങ്കിൽ ഇവിടെ അതിന്റെ ആവശ്യമില്ല, കാരണം കൈനറ്റിക് ഫ്രിക്ഷൻ എല്ലായിടത്തും ഒരുപോലെയാണ് അല്ലെ. അപ്പൊ എന്ത് പറയാം? കൈനറ്റിക് ഫ്രിക്ഷൻ Fk is directly proportional to normal reaction. സെയിം ആണ്, നോർമൽ റിയാക്ഷനുമായിട്ടും ഇവിടെയും കൈനറ്റിക് ഫ്രിക്ഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അങ്ങനെയാണെങ്കിൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? Fk ഈക്വൽ ടു എന്ന് പറഞ്ഞൊരു കോൺസ്റ്റന്റ് ഇടുന്നു. ഇവിടുത്തെ കോൺസ്റ്റന്റ് ഏതാണ്? μk. μk ഇൻറ്റു n അല്ലെ. ഇപ്പൊ ഈ μkന് എന്ത് പേരായിരിക്കും കൊടുക്കുക? അതെ, നമുക്ക് എന്താണ് പറയുന്നത്? കോഎഫിഷ്യന്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ. കൈനറ്റിക് ഫ്രിക്ഷന്റെ കോൺസ്റ്റന്റ് ആണല്ലോ. അപ്പൊ അതിന് നമ്മൾ എന്ത് പറയുന്നു? കോഎഫിഷ്യന്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ. ഈ μk ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഈ ഇക്വേഷനിൽ നമുക്ക് Fkയുടെ താഴേക്ക് n കൊണ്ടുവന്നാൽ മതിയാവും. അപ്പൊ Fk, ഈ k എന്നൊക്കെ പറയുന്നത് സഫിക്സ് ആണ് കേട്ടോ, താഴെ ആയിട്ട് റൈറ്റ് സൈഡിൽ ഇടേണ്ടതാണ്. Fk, k ഗുണിക്കുന്നതല്ല എന്ന് പെട്ടെന്ന് മനസ്സിലാക്കണേ, ബൈ n. അപ്പൊ ഇതാണ് നമ്മുടെ ലോ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷനും വൺ ലോ ഓഫ് കൈനറ്റിക് ഫ്രിക്ഷനും. പിന്നെ ഒരു കാര്യം ഇതിൽ പറയുന്നത്, ഈ കൈനറ്റിക് ഫ്രിക്ഷനും അതുപോലെ സ്റ്റാറ്റിക് ഫ്രിക്ഷനും ദേ ആർ ഇൻഡിപെൻഡന്റ് ഓഫ്, രണ്ടും അതേപോലെ ഒരുപോലെയാണ്. ദേ ആർ ഇൻഡിപെൻഡന്റ് ഓഫ് ഏരിയ ഓഫ് കോണ്ടാക്ട്. എത്ര ഏരിയയാണ് കോണ്ടാക്റ്റിൽ ഇരിക്കുന്നത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പക്ഷെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരാളുണ്ട്. ഡിപ്പെൻഡ് ഓൺ നേച്ചർ ഓഫ് കോണ്ടാക്ട്. എന്ത് തരം സർഫസ് ആണ് അവിടെ ഉള്ളത്, സ്മൂത്ത് ആണോ റഫ് ആണോ എന്നതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ കോണ്ടാക്റ്റിൽ ഇരിക്കുന്ന സ്ഥലം എങ്ങനെയുള്ളതാണെന്ന് ഏരിയ ഓഫ് കോണ്ടാക്ടിനെ അല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്, അത് നേച്ചർ ഓഫ് കോണ്ടാക്ടിനെയാണ് ഇവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെയാണ് ഇവിടെ എഴുതേണ്ടത്. അപ്പൊ നമുക്ക് എന്താണ് ഇങ്ങനെ ഇത് തന്നെ, അതായത് സെയിം ഈസ് ആസ് ദാറ്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ലോ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ഡിഫറൻസ് എവിടെ മാത്രമേ ഉള്ളൂ? ഈ μsലും μkയിലും. പിന്നെ ഇതൊന്ന് മോഷനിലാണ്, മറ്റത് ചലനത്തിൽ ഇരിക്കുമ്പോഴാണ് അല്ലെ. പിന്നെ ഇതിൽ വേറൊരു കാര്യം പറയാൻ വരുന്നത്, ഈ കൈനറ്റിക് ഫ്രിക്ഷൻ തന്നെ രണ്ട് തരത്തിൽ നമുക്ക് തിരിക്കാം. കൈനറ്റിക് ഫ്രിക്ഷനെ
ഉരസി നീങ്ങുമ്പോഴുള്ള ഫ്രിക്ഷനും ഉരുണ്ട് നീങ്ങുമ്പോഴുള്ള ഫ്രിക്ഷനുമായിട്ട് നമുക്ക് തരംതിരിക്കാം. ദാറ്റ് ഈസ് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ആൻഡ് റോളിംഗ് ഫ്രിക്ഷൻ. നീങ്ങുമ്പോ രണ്ടു തരത്തിൽ നീങ്ങാലോ, ഉരസി നീങ്ങാം അല്ലെങ്കിൽ ഉരുണ്ട് നീങ്ങാം അല്ലെ. ഏതാണ് കുറവ്? ഏറ്റവും എളുപ്പം എങ്ങനെ നീങ്ങാനാ? ഉരുണ്ട് നീങ്ങാനാ. നമ്മൾ പെട്ടികളൊക്കെ വലിച്ച് ഉരസി കൊണ്ടുപോകുന്നതിന് പകരം ചക്രം പിടിച്ച പെട്ടികളാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നീക്കി കൊണ്ടുപോകാം. നീക്കം എളുപ്പമാവുക എന്ന് പറഞ്ഞാൽ അവിടെ ഫ്രിക്ഷൻ കുറവാന്നല്ലേ അർത്ഥം. അപ്പൊ റോളിംഗ് ഫ്രിക്ഷൻ ഈസ് ലെസ് ദാൻ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. അതുകൊണ്ട് തന്നെ ഫ്രിക്ഷൻ കുറയ്ക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? പെട്ടികളിലും ഒക്കെ റോളർ പിടിപ്പിക്കും അല്ലെ. റോളിംഗ് ഫ്രിക്ഷൻ ഈസ് ലെസ് ദാൻ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. ഇപ്പൊ പെട്ടികളിലൊക്കെ ഇത് പിടിപ്പിക്കുന്നത് എന്തിനാണ്? ഫ്രിക്ഷൻ കുറയ്ക്കാൻ. അതുപോലെ ബോൾ ബെയറിങ്സ് നമ്മുടെ ചുറ്റും എന്താ പറയുക, ടയറിലൊക്കെ അതിനിടയിലുള്ള ഫ്രിക്ഷൻ ഉരസല് മൂലം തേയ്മാനൊക്കെ ഉണ്ടാവാം. ആ തേയ്മാനം കുറയ്ക്കാനായിട്ട് നമുക്ക് അവിടെ ബോൾ ബെയറിങ്സ് ഇടയിൽ കൊടുക്കും. അപ്പൊ ബോൾ ബെയറിങ്സ് ഉപയോഗിച്ചാലും ഫ്രിക്ഷൻ കുറയും. ഫ്രിക്ഷൻ ശരിക്കും എന്താണ്? ഫ്രിക്ഷനെ സാധാരണയായിട്ട് പറയാം, ഫ്രിക്ഷൻ ഈസ് എ നെസസറി ഇവിൾ. ഫ്രിക്ഷൻ ഒരു നെസസറി ഇവിൾ ആണ്. എന്താ നെസസറി? അത്യാവശ്യമുള്ള. ഇവിൾ എന്ന് പറഞ്ഞാലോ ഒരു ചീത്തക്കാരി അല്ലേ. അപ്പൊ ചീത്തയാണ്, പക്ഷെ അത് അത്യാവശ്യമാണ്. അതായത് രണ്ട് വശങ്ങളുണ്ട് ഫ്രിക്ഷന്. ദർ ആർ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. എന്തായിരിക്കും അഡ്വാൻറ്റേജസ്? ഫ്രിക്ഷന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? എന്താണ്? നമുക്ക് നടക്കാൻ സാധിക്കുന്നത് ഫ്രിക്ഷൻ ഉള്ളത് കൊണ്ടാണ്. ഫ്രിക്ഷൻ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ വഴിക്ക് പോയാൽ അല്ലെ, നല്ല സ്മൂത്ത് ആയിട്ട് എണ്ണയൊക്കെയുള്ള സ്ഥലത്താണെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യും? നടക്കാൻ സാധിക്കുമോ? ഇല്ല. നമുക്ക് പെട്ടെന്ന് തെന്നി പോവാം. ഐസിലൊക്കെ നടക്കുന്ന പോലെ നമ്മൾ തെന്നി പോവാൻ കാരണം എന്താ? അവിടെ ഫ്രിക്ഷൻ കുറവാണ്. അപ്പൊ ഫ്രിക്ഷൻ വേണം നടക്കണമെങ്കിൽ. പിന്നെ നമുക്ക് പിടിക്കാൻ പറ്റുന്നത് എന്തെങ്കിലും സാധനം, വി ക്യാൻ ഹോൾഡ് തിങ്സ് ഡ്യൂ ടു ഫ്രിക്ഷൻ. ഒരു മീൻ, നല്ല വഴുവഴുപ്പുള്ള ഒരു മീനെ കയ്യിലെടുത്താൽ അത് ചടിപ്പൂല്ലേ? എന്താ കാരണം? അത് അതിനും ഓയിലി ആയിട്ടുള്ള ഒരു ഭാഗമുണ്ട്. അതവിടെ എന്താണ്? ഫ്രിക്ഷൻ കുറയ്ക്കുന്നു. അപ്പോ അത് കയ്യിൽ നിന്ന് വഴുതി പോകുന്നു അല്ലെ. ഇപ്പൊ ഫ്രിക്ഷൻ ഉള്ളതുകൊണ്ടാണ് നമുക്ക് സാധനങ്ങൾ പിടിക്കാൻ പറ്റുന്നത്, പേന പിടിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഒരു ബോൾ പിടിക്കാൻ പറ്റുന്നത്. വി ക്യാൻ ഹോൾഡ് തിങ്സ് ഡ്യൂ ടു ഫ്രിക്ഷൻ. പിന്നെന്താണ്? നമുക്ക് ബ്രേക്ക് ഇടാൻ പറ്റുന്നത്. ഒരു വസ്തു ചലിച്ചുകൊണ്ടേ ഇരിക്കുകയല്ലെങ്കിൽ ഫ്രിക്ഷൻ ഇല്ലായിരുന്നെങ്കിൽ ചലനം തുടർന്നുകൊണ്ടേ ഇരുന്നേനെ. അപ്പൊ ഫ്രിക്ഷൻ ഉള്ളത് കൊണ്ടാണ് നമുക്ക് വസ്തുക്കളെ നിർത്താൻ സാധിക്കുന്നത്, ബ്രേക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പൊ ഇതൊക്കെ അത്യാവശ്യങ്ങളാണ് അല്ലെ. ഇനി ഈ ബ്രേക്ക് ഇടുമ്പോ അവിടെ ഒരു ഡിസഡ്വാൻറ്റേജ് വരുന്നുണ്ട്. എന്താണത്? ബ്രേക്ക് ഓരോ പ്രാവശ്യം അപ്ലൈ ചെയ്യുമ്പോഴും ടയർ ഇങ്ങനെ തേഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ ടയറുകളിൽ ഉണ്ടാവുന്ന തേയ്മാനത്തിന് കാരണം എന്താണ്? ഫ്രിക്ഷൻ ആണ് അല്ലെ. അതുപോലെ മെഷീൻസ് ഒരുപാട് നാള് വർക്ക് ചെയ്യുമ്പോൾ പരസ്പരം ഒരഞ്ഞൊരഞ്ഞൊരഞ്ഞ് അതിനും തേയ്മാനം വരാം. അപ്പൊ ഈ തേയ്മാനങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഫ്രിക്ഷൻ മൂലമാണ്. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. അതെങ്ങനെ കുറയ്ക്കാം? അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റോളിംഗ് ഫ്രിക്ഷൻ ആക്കി മാറ്റുക, അല്ലെങ്കിൽ ഇടയിൽ ബോൾ ബെയറിങ്സ് കൊടുക്കുക. ഫ്രിക്ഷൻ കൂട്ടാനായിട്ട്, ഫ്രിക്ഷൻ കുറയ്ക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? സ്മൂത്ത് സർഫസ് ആക്കാൻ എന്താ ചെയ്യുന്നത്? അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുക അല്ലെ. സർഫസ് നല്ല സ്മൂത്ത് ആക്കുക. അല്ലെങ്കിലോ അതിനിടയിൽ ലൂബ്രിക്കൻസ് കൊടുക്കാന്ന് പറയും. ഓയിൽ കൊടുക്കുക. മെഷീനൊക്കെ ഓയിൽ കൊടുക്കുന്നു അല്ലെ. എന്തിനാണ്? ഇടയിൽ അത് തേഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടി. അപ്പൊ ലൂബ്രിക്കേഷൻ ഒരു നല്ല പ്രോസസ്സാണ് എന്തിന്? ഫ്രിക്ഷൻ കുറയ്ക്കാൻ. അതുപോലെ എയർ ഷീറ്റ്. ഇപ്പൊ നമുക്ക് എണ്ണ ഒഴിക്കാൻ പറ്റാത്ത ചില എക്യുപ്മെന്റ്സ് ആയിരിക്കാം, അതിന് തേയ്മാനം വരാൻ പാടില്ല എന്നുണ്ടെങ്കിൽ എന്ത് കൊടുക്കുക? ഇടയിൽ നല്ലൊരു എയറിന്റെ ഷീറ്റ് കൊടുക്കുക. എയർ അതിനുള്ളിൽ എപ്പോഴും നിറഞ്ഞിരിക്കുന്ന അവസ്ഥ ഉണ്ടാക്കുക അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഫ്രിക്ഷനെ തടയാം. അപ്പൊ ഫ്രിക്ഷൻ ഈസ് എ നെസസറി ഇവിൾ. എന്തുകൊണ്ട്? ഇറ്റ് ഹാസ് ബോത്ത് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. ഏതൊക്കെയാണ് അവയെന്ന് നിങ്ങൾ പഠിച്ചു. എങ്ങനെ ഫ്രിക്ഷൻ കുറയ്ക്കാമെന്നും ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഓക്കെ, അപ്പൊ താങ്ക് യു.